ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസുവിനും തന്ത്രി കണ്ഠര് രാജീവർക്കും സമൻസ് അയച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാർച്ച് 4-ന് ഹാജരാകാനാണ് നിർദ്ദേശം. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകളുടെ അന്വേഷണത്തിന്റെ ഭാഗമായി എൻ വാസുവിനും കണ്ഠര് രാജീവർക്കും സമൻസ് അയച്ചിട്ടുണ്ട്. എപ്പോഴത്തേക്ക് ഹാജരാകാനാണ് സമൻസിൽ പറയുന്നത്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, തന്ത്രി കണ്ഠര് രാജീവരോട് മാർച്ച് 4-ന് കൊച്ചി ED ഓഫീസിൽ ഹാജരാകാനാണ്, രാവിലെ 10:30-ക്ക് ഹാജരാകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിലെ സമൻസ് ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അസൗകര്യം പറയുകയാണെങ്കിൽ മറ്റൊരു തീയതിയിലേക്ക് മാറ്റിക്കൊടുക്കുമെന്ന കാര്യവും അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ എൻ വാസു ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റാണ്. ഒപ്പം തന്നെ മുൻ കമ്മീഷണറുമാണ്. ദേവസ്വത്തിൻ്റെ മുൻ കമ്മീഷണറുമായ എൻ വാസു ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയെന്ന് അന്വേഷണ സംഘം തന്നെ, SIT സംഘം തന്നെ വ്യക്തമാക്കുന്ന ആളാണ്. എൻ വാസുവിനെയും ചോദ്യം ചെയ്യുന്നുണ്ട്. വാസുവിനോട് അടുത്ത തിങ്കൾ മുതൽ വെള്ളി വരെ ദിവസങ്ങളിൽ ഉള്ള ഇടയ്ക്കുള്ള ഒരു ദിവസം ഹാജരാകാൻ വേണ്ടി വീണ്ടും അറിയിക്കുമെന്നൊരു കാര്യമാണ് എൻ വാസുവിനോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച തന്നെ എൻ വാസുവിൻ്റെ ചോദ്യം ചെയ്യലും ഉണ്ടാകും. എൻ വാസുവിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർണം ചെമ്പ് എന്ന് രേഖപ്പെടുത്തുന്നതിന് വേണ്ട നിർദ്ദേശം നൽകിയതടക്കം ഈ സ്വർണ്ണക്കവർച്ചയിൽ പ്രധാനപ്പെട്ട പങ്കാളിയായി പ്രവർത്തിച്ചു. എല്ലാ കാര്യങ്ങളും വാസു അറിഞ്ഞു തന്നെയായിരുന്നു നടത്തിയത് എന്നതെല്ലാം തന്നെയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ SITയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ. ഇക്കാര്യത്തിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കൂടുതൽ വ്യക്തത തേടാനൊരുങ്ങുന്നത്. എന്നാൽ തന്ത്രി കണ്ഠര് രാജീവരെ സംബന്ധിച്ചിടത്തോളം ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധിപ്പിക്കാവുന്ന തെളിവുകളൊന്നും SIT സംഘത്തിന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം വിജിലൻസ് കോടതി നിരീക്ഷിച്ചിരുന്നു. എന്നാൽ സാമ്പത്തിക ഇടപാടുകളിൽ ചില ദുരൂഹതകൾ നീക്കാനുണ്ട്. പ്രത്യേകിച്ച് 2 കോടിയിലധികം രൂപ തന്ത്രി കണ്ഠര് രാജീവര് ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിക്ഷേപിച്ചിരുന്നു. ഭാര്യയുടെ പേരിൽ 60 ലക്ഷം രൂപയും നിക്ഷേപിച്ചു. ഈ പണത്തിന്റെ സ്രോതസ് വ്യക്തമാക്കേണ്ടതുണ്ട്. മാത്രമല്ല പല സ്ഥലങ്ങളിൽ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്, സ്വത്തുവകകൾ സമ്പാദിച്ചിട്ടുണ്ട് എന്ന ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചെല്ലാം തന്നെയാണ് പ്രധാനമായും തന്ത്രി കണ്ഠര് രാജീവരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത്. ശരി, ജിജീഷാണ് വിവരങ്ങൾ നൽകുന്നത്.